ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഈദ് വ്ളോഗാണ്. ഇപ്രാവശ്യത്തെ വലിയ പെരുന്നാൾ വിശേഷങ്ങളാണ്. ഈദിന് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് റെസിപ്പീസും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. ഇത് പെരുന്നാളിൻ്റെ തലേദിവസം രാവിലെയാണ് 3 പുതിയ ബെഡ്ഷീറ്റ് ഉണ്ടായിന്. അപ്പോൾ അത് ഞാൻ അലക്കാൻ ഇടലാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് വിരിക്കാൻ വേണ്ടിയിട്ടാണ്. പെരുന്നാളിന് എപ്പോഴും പുതിയ ബെഡ്ഷീറ്റ് വിരിക്കാൻ നോക്കുന്നത്. പിന്നെ പുതിയ ബെഡ്ഷീറ്റ് ഞാൻ അലക്കാതെ ഇതുവരെ വിരിച്ചിട്ടുണ്ടാവില്ല. ഇനി അഥവാ വിരിച്ചാലും രാത്രി അത് മാറ്റിയിട്ട് വേറെ വിരിക്കും. അപ്പോൾ അലക്കിയിട്ട് ഞാൻ ഉപയോഗിക്കലില്ലു. പിന്നെ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ചുരിദാർ അതെല്ലാം അലക്കിയിട്ട് തന്നെയാണ് ഉപയോഗിക്കുക. ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ ഡ്രസ്സ് കാണാം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടാണ് കേട്ടോ പെരുന്നാൾ ഡ്രസ്സ് എടുത്തത്. പ്യുവർ കോട്ടൺ ആണ്. ഇതുപോലെ സ്ലീവിൻ്റെ രണ്ടറ്റത്തും എംബ്രോയിഡറിയും പിന്നെ ഒരു ഹാൻഡ് വർക്ക് പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്കിൻ്റെ പോർഷനിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കളറാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കളറ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഇതേ കളർ തന്നെയാണ്. പാൻറ്റും പ്യുവർ കോട്ടണിൽ തന്നെ വരുന്നത്. ഷോളും ഇതുപോലത്തെ ഷോളാണ്. അതുകൊണ്ട് തലയിൽ നല്ല പോലെ നിൽക്കുകയും ചെയ്യും, ഇടാനും നല്ല സുഖമാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഈ ഒരു ചുരിദാർ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതല്ല, ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചത് തന്നെയാണ്. പിന്നെ ഞാൻ ആ ടൈം ആകുമ്പോൾ പോയിട്ട് വാങ്ങലൊന്നുമില്ല. പെരുന്നാളിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് പോയാൽ ഇഷ്ടപ്പെട്ടാൽ വാങ്ങി വെക്കും. അതിപ്പോൾ ചെരുപ്പായാലും ബെഡ്ഷീറ്റ് ആയാലും എന്തായാലും അങ്ങനെ തന്നെ. ഇത് മോളെ ഡ്രസ്സാണ് കേട്ടോ. മോളുടെ ഡ്രസ്സും അതുപോലെ തന്നെയാണ്. ഞാൻ മുമ്പ് എന്തോ ആവശ്യത്തിന് അങ്ങനെ പോയ സമയത്ത് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതും ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് വരുന്നതാണ്. നല്ല ഉണ്ട് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ജീൻ്റെ ഡാർക്ക് ഗ്രീൻ കളറാണ്. അപ്പോൾ ഇത് ട്രെൻഡ്സിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഈ പാൻറ്റ്. അപ്പോൾ ട്രെൻഡ്സിൽ ഇതുപോലെ ജീൻ്റെ പല കളേഴ്സിലും കിട്ടലുണ്ട്. എപ്പോഴും ജീൻസ് ബ്ലൂ ബ്ലാക്ക് പിന്നെ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് അങ്ങനെയല്ല കിട്ടൽ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് ഈ ഒരു കളറ് നല്ല മാച്ച് ഉണ്ട്. ജീനും കൂടെ ആയതുകൊണ്ട് നല്ല ഉണ്ട് ഇട്ടിട്ട്. പിന്നെ ലെഗിങ്സെല്ലാം ഇടുമ്പം ഭയങ്കര ഇങ്ങനെ കാലൊട്ടി പിടിച്ച പോലെ കാണുമല്ലോ. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ ലൂസായിട്ട് നിൽക്കുകയും ചെയ്യും, ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ട്. പിന്നെ ആ ജീൻ്റെ കളർ തന്നെ ഷോളും ഇട്ടുകൊണ്ട് നല്ല ഉണ്ട് കേട്ടോ. ആ ഒരു ഡ്രസ്സിന് നല്ല മാച്ചായിട്ടുണ്ട്. പിന്നെ ഇത് മോൻ്റെ ഡ്രസ്സാണ്. ഞാൻ അധികം മോൻ്റെ ഡ്രസ്സ് കാണിക്കലില്ല ഇങ്ങനെ ഡ്രസ്സ് കാണിക്കുന്ന സമയത്ത്. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിന് നമുക്കൊക്കെ ആൺകുട്ടികളാണ്, അപ്പോൾ മോൻ്റെ ഡ്രസ്സും കൂടി കാണിക്കുന്നതാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ഇനി കാണിക്കുമ്പോൾ മോൻ്റെതും കൂടെ കാണിക്കണമെന്ന് കമൻറ്റ് വന്നതുകൊണ്ട് അങ്ങനെ കാണിച്ചതാണ്. പിന്നെ ആൺകുട്ടികളുടെ ഡ്രസ്സ് പിന്നെ അവരവരുടെ ഇഷ്ടത്തിന് തന്നെ വാങ്ങുന്നതല്ലേ. ചെറിയ പ്രായത്തിലെല്ലാം നമ്മളുടെ ഇഷ്ടത്തിന് തന്നെ വാങ്ങിക്കലാണ്. പക്ഷെ ഇപ്പം വലുതായതുകൊണ്ട് അവരവരെ ഇഷ്ടത്തിന് തന്നെ വാങ്ങിച്ചതാണ്. പിന്നെ ചെരുപ്പ് ഞാൻ കഴിഞ്ഞ പെരുന്നാളിന് ഇട്ട അതേ ചെരുപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ പെരുന്നാളിനും പിന്നെ ഓരോ ഡ്രസ്സിന് മാച്ചായിട്ട് ചെരുപ്പോ അങ്ങനെയൊന്നും വാങ്ങില്ല കേട്ടോ. എന്തെങ്കിലും ആവശ്യത്തിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെട്ടത് കണ്ടാൽ വാങ്ങും, പിന്നെ അതെന്തെങ്കിലും ആവശ്യമില്ലാതെ ഉപയോഗിക്കും. പിന്നെ ഈ 2 ചെരുപ്പ് ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് പിന്നെ പെരുന്നാളിന് ഇത് തന്നെ ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ ചെരുപ്പ് ഒന്ന് മോളതും ഒന്ന് എൻ്റെതുമാണ്. പിന്നെ രണ്ടാക്കും ഒരേ സൈസ് തന്നെയാണ്. പിന്നെ എനിക്ക് വേറെ മോക്ക് വേറെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടത് കണ്ടാൽ വാങ്ങും. അത് മോളിടും ചിലപ്പം, അല്ലെങ്കിൽ ഞാനിടും അങ്ങനെ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ തലേദിവസം നോമ്പായതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന പണിയൊന്നുമില്ല. അപ്പോൾ പിറ്റേ ദിവസത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കലാണ്. ഇപ്പോൾ നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണമായിരിക്കും. പിന്നെ ഒന്നിനും ഒരു ടൈം കിട്ടാത്ത പോലെയും ഫുള്ള് ഒരു ടയേർഡായ പോലെയാണ്. അപ്പോൾ നോമ്പ് മുറിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു വിധമെല്ലാം ഒന്ന് ക്ലീൻ ആക്കലും റെഡിയാക്കി വെക്കലും ചെയ്താൽ പിറ്റേ ദിവസം ഈസി ആവും. അപ്പോൾ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ 1.5 കിലോ മട്ടനാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചത്, അത് ബിരിയാണിക്ക് ചതക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്താൽ മതി. കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഇതുപോലെ വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇതിൽ നിന്ന് തന്നെ വെള്ളം വാർന്ന് വരും. ഞാനൊന്ന് വേവിച്ച് വെക്കും. പിന്നെ ചെറിയ പെരുന്നാളിൻ്റെ വ്ളോഗിൽ ഞാൻ അങ്ങനെ റെസിപ്പി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ കമൻറ്റ് വന്നിട്ടുണ്ട് അതിന് മട്ടൻ ബിരിയാണി ബീഫ് ഡ്രൈ ഫ്രൈൻ്റെയും ചിക്കൻ ഫ്രൈൻ്റെ എല്ലാം ഒന്ന് റെസിപ്പി വലിയ പെരുന്നാളിന് മുമ്പേ തന്നെ ഒന്ന് കാണിക്കാൻ പറ്റിയാൽ നല്ലതായിരുന്നു, നമുക്ക് പെരുന്നാളിന് ഉണ്ടാക്കാനാണ്. പക്ഷെ എനിക്ക് കാണിക്കാൻ ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിന് പറ്റുന്നത്ര ഞാൻ പറയുന്നുണ്ട് ഓരോന്നിൻ്റെ റെസിപ്പി സ്പീഡിലാണ് പറയുന്നത്. അപ്പോൾ ഞാനെല്ലാം കുറച്ച് വലിയ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ 1 കിലോ ക്വാണ്ടിറ്റീൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ബീഫ് ഡ്രൈ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു മിക്സിൻ്റെ ജാറിൽ ഞാനിപ്പോൾ 3 കിലോ ബീഫിനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 3 ടേബിൾ സ്പൂൺ പെരുംജീരകം, 3 ടേബിൾ സ്പൂണ്
മുളക് പൊടി, 6 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിന്. എന്നിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ അതിൽ കുരുമുളകും പെരിഞ്ചീരകവും മാത്രമേ പൊടിയാനുള്ളൂ. അത് ഒന്ന് ഫൈനായിട്ടൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് തരി തരി പോലെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ 3 കിലോ ബീഫ് ഞാൻ കഴുകി വെള്ളം വാർന്നതിന് ശേഷമാണ് പാത്രത്തിൽ ഇട്ട് കൊടുത്തത്. ഇനി നേരത്തെ പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. ഇനി അതേ മിക്സിൻ്റെ ജാറിൽ തന്നെ ഒരു 1/4 കപ്പ് വെളുത്തുള്ളിയും ഒരു 1/4 കപ്പ് ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കുക. ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 3 കിലോ ബീഫ് ആയതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത്. 1 കിലോ ബീഫാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് അത്രേ വേണം. അപ്പോൾ 1 കിലോ ബീഫിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ബീഫ് പെപ്പർ ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ബീഫ് ഇതുവരെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ബീഫ് കുക്കറിൽ ഇടാത്തത് ചിലപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകും, ഇത് വരട്ടി എടുക്കേണ്ടതല്ല. ഇനി ഇതിലേക്ക് ഒരു 25-30 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും, 2 വലിയ സവാള കട്ട് ചെയ്തതും, 2-3 പച്ചമുളക്, ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ. ഇനി ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നല്ലോണം ബീഫിൽ തേച്ച് വരട്ടി എടുക്കുക. നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കുക. 3 കിലോ ബീഫിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ 1 കിലോൻ്റെ അളവ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 കിലോനെല്ലാം ഉണ്ടാക്കുന്നതാണെങ്കിൽ ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പിന്നെ ബീഫ് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കാത്തത്, എനിക്കൊരു പെരുന്നാളിന് ഇതുപോലെ ബീഫ് ഞാൻ എൻ്റെ അടുത്ത് വലിയ കുക്കറുണ്ട്. അപ്പോൾ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് വിസിലടിക്കാൻ തന്നെ കുറേ ടൈം എടുത്തു. പിന്നെ ഞാൻ എന്തും വിസിലടിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യൽ. അപ്പോൾ 1 കിലോനല്ലാണെങ്കിൽ 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അവിടുന്ന് ഒരു 15 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ആക്കൽ. അപ്പോൾ കറക്റ്റ് വേവായിരിക്കുക. പക്ഷേ ഒരുപാട് ബീഫിൻ്റെ സമയത്ത് ആ ഒരു ടൈം കറക്റ്റായിട്ട് വരണം എന്നില്ല. ചിലപ്പം വേഗം വേകുന്ന ബീഫാണെങ്കിൽ വെന്തുടഞ്ഞു, പിന്നെ ഇത് എടുക്കാൻ പറ്റൂല. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് ഞാൻ കുക്കറിലിടാത്തത്. അപ്പോൾ അതിന് ശേഷം എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ മട്ടന് ബീഫ് ചിക്കൻ എല്ലാം കഴുകി മൊത്തം ഒന്ന് നനഞ്ഞിട്ടുണ്ടായിന്. അതുകൊണ്ട് പിന്നെ ഞാൻ കുളിച്ച് നിസ്കരിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ബീഫ് ഇളക്കാൻ വന്നത് നിസ്കരിച്ച് കഴിഞ്ഞ പാടാണ് എനിക്കൊരു ഡൗട്ട് വെന്ത് പോയോ എന്നുള്ളത്. പിന്നെ വെന്തിട്ടുണ്ടായിട്ട് പിന്നെ ആദ്യം വീണ്ടും ഞാൻ വേവിക്കാൻ വെച്ചതാണ്. അതിൻ്റെ ഇടയിൽ മട്ടൻ വെച്ചതെല്ലാം വെന്തിട്ടുണ്ടായിന്. ഇനി ഇത് വെന്തതിന് ശേഷമാണ് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും, ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും, ഒരു 3 സവാള, ചെറുതാണെങ്കിൽ 3 വരെ എടുക്കുക, വലുതാണെങ്കിൽ 2 മതി. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ബീഫിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നേരത്തെ തന്നെ ചേർത്ത് കൊടുത്തിന്. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് കാണാൻ നല്ലതാണ്. പിന്നെ അതിങ്ങനെ ചെറുങ്ങനെ കടിക്കാനും കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഉള്ളി എല്ലാം ഇട്ടതിന് ശേഷം ഉള്ളി കടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കണ്ട. ഒന്ന് മൊത്തത്തിൽ ചൂടായാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം ഞാൻ തലേന്ന് റെഡിയാക്കി വെക്കലാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് ഡ്രൈ ഫ്രൈ ആക്കൽ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ അന്ന് രാത്രി നോമ്പ് മുറിച്ചതിന് ശേഷം രാത്രിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നെയ്പ്പത്തിലും ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ നെയ്പ്പത്തിന് കഴിക്കാൻ പാകത്തിനാണ് ഞാനിപ്പം വരട്ടിയത്. അപ്പോൾ ബിരിയാണിക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ലോണം ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് ഒരു കറുത്ത കളറിൽ ആക്കിയെടുക്കലാണ്. അപ്പോൾ രാത്രി നെയ്പ്പത്തിലും ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ബാക്കിയുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത് തന്നെയാണ് കഴിക്കൽ. ഒന്നുകിൽ മാവ് എടുത്ത് മാറ്റി വെക്കും, അല്ലെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ അതന്നെ കഴിക്കലാണ്, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും ടൈം കിട്ടൂല. പള്ളിയിൽ പോയിട്ട് വരുമ്പം തന്നെ ഒരു 9 മണി ആവും. ഇതിപ്പം പിറ്റേ ദിവസത്തെ ബിരിയാണീൻ്റെ മസാല ഞാൻ രാത്രി തന്നെ റെഡിയാക്കി വെക്കലുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ടൈം കുക്കിങ്ങിന് തന്നെ പോകും. അതുകൊണ്ട് മസാലയെല്ലാം തലേ ദിവസം രാത്രി തന്നെ ഉണ്ടാക്കില്ല. അതിൻ്റെ ഇടയിൽ നോമ്പ് മുറിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ അങ്ങനെ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. പിന്നെ ബിരിയാണീൻ്റെ മസാലേൻ്റെ ഉള്ളി തക്കാളി ഞാൻ എപ്പോഴും കുക്കറിലാണ് ഇട്ട് കൊടുക്കൽ. അപ്പോൾ എൻ്റെ കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യമെല്ലാം ഞാൻ കുറേ സമയം വഴറ്റി, ബിരിയാണിക്ക് നമ്മൾ ഉള്ളിയൊന്നും കാണാൻ പാടില്ല, അത്രയും നല്ല സോഫ്റ്റായിട്ട് ബിരിയാണിയിൽ അങ്ങനെ കാണൂല, അത്രയും വഴറ്റി
വഴറ്റിയെടുക്കണം. അപ്പോൾ അത് ഒരുപാട് ടൈം വഴറ്റിയാലാണ് അങ്ങനെ വഴന്ന് വരുന്നത്. പിന്നെ ലോ ഫ്ലെയിമിലെല്ലാം വെച്ച് കൊടുക്കുക. പക്ഷേ ഇതാകുമ്പോൾ എളുപ്പമാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ബിരിയാണിയുടെ മസാല ഉണ്ടാക്കൽ. പിന്നെ ഉള്ളി ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുന്ന ബിരിയാണി വേറെ. ഇത് ഞാൻ പകുതി ഉള്ളി മസാലയിൽ പകുതി ഉള്ളി ഫ്രൈ ആക്കിയിട്ടും അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കുക്കറിൽ താഴ്വശം ഉള്ളിയും മേലെ തക്കാളിയും പിന്നെ അതിൻ്റെ മുകളിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട്, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ അലുമിനിയം സ്റ്റീൽ ആണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 വിസിൽ അടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഫ്ലെയിമെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ആക്കുക. ആ ഒരു ടൈമിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം റെഡിയാക്കി വെക്കാനും ടൈം കിട്ടും. വഴറ്റിയിട്ട് തന്നെ ഒരുപാട് സമയം കളയണ്ട. പിന്നെ ഞാൻ മുമ്പേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ബിരിയാണിയുടെ മസാല ഉണ്ടാക്കൽ. പണ്ടെല്ലാം വഴറ്റിയിട്ട് തന്നെ ചെയ്യൽ. പിന്നെ അതിന് ശേഷം ഇങ്ങനെ ഒരു ഉള്ളി തക്കാളി ഒരു ഐഡിയ കിട്ടിയത് മുട്ട റോസ്റ്റിൻ്റെ വീഡിയോയിൽ നിന്നാണ്. 10 മിനിറ്റ് കൊണ്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് കുക്കറിൽ ഇതുപോലെ ചെയ്യുന്നത് കണ്ടിന്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട സമയത്താണ് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ബിരിയാണീൻ്റെ മസാലയും ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുമല്ലോ. അപ്പോൾ അന്ന് മുതലാണ് ഞാൻ ബിരിയാണിക്കും ഇതുപോലെ ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം ബിരിയാണീൻ്റെ മസാല തന്നെ ഇതുപോലെ കുക്കറിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഞാനിപ്പം കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ഐഡിയ കിട്ടിയത് ആ ഒരു മുട്ട റോസ്റ്റിൽ നിന്നാണ്. ഇതിപ്പോൾ ഉള്ളിയും തക്കാളിയും ഒരു 3 വിസിൽ അടിച്ചതിന് ശേഷം, വിസിലെല്ലാം പോയതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ആക്കിയത്. അതിന് ശേഷമാണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പിന്നെ പെരുംജീരകം ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകം കൂടെ ചേർത്തിട്ട് ചതച്ചെടുത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും മസാലക്ക്. അപ്പോൾ ഞാനിത് 2 കിലോ ബിരിയാണിക്കുള്ള അളവാണ്. അതുകൊണ്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് പറയുന്നില്ല. ഞാൻ 1 കിലോ ബിരിയാണീൻ്റെ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതിൽ സാധാ ബിരിയാണിക്ക് ചെയ്യുമ്പോൾ തന്നെ ചെറുനാരങ്ങ നീരും തൈര്, അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പുളി നോക്കിയിട്ട് ചെറുനാരങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഇനി പൗഡേഴ്സായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രം ചേർത്ത് കൊടുത്തിന്. കുരുമുളക് പൊടി വേവിക്കുമ്പോൾ മട്ടൻ്റെ ചേർത്ത് കൊടുത്തിന്. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലിപ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഉള്ളിയിൽ നിന്നും തക്കാളിയിൽ നിന്നും എല്ലാം വന്ന വെള്ളം മാത്രമാണ്. അപ്പോൾ ഇനിയിപ്പോൾ മട്ടൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മട്ടനിൽ എന്തായാലും കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുത്തിട്ട് എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് വറ്റിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും പിന്നെ കുറച്ച് നെയ്യും കൂടെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മട്ടൻ വേവിക്കുമ്പോൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഞാൻ ചേർത്ത് കൊടുത്തിന്. ഇനിയിപ്പോൾ രാവിലെയാണ് ബാക്കി മല്ലിയിലയും പുതിനയിലയും നെയ്യും അതെല്ലാം ഫ്രഷായിട്ട് രാവിലെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് രാത്രി ആക്കി വെക്കുന്നത്. ഇനിയിപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്താൽ കട്ടയൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും അരച്ചെടുക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സ്ലൈസ് ചെയ്യുന്ന ആ ഒരു ജാറിലിട്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഒരു 700 ഗ്രാം ക്യാരറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ 2 ലിറ്റർ പാലിലാണ് ഉണ്ടാക്കുന്നത് പായസം. അപ്പോൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ക്യാരറ്റ് നല്ലോണം വേകുന്ന വരെ വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുക്കറിലിടുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാ പാത്രത്തിൽ വേവിച്ചെടുത്താലും മതി. പായസത്തിൻ്റെ ക്യാരറ്റെല്ലാം ഇതുപോലെ തലേന്ന് തന്നെ വേവിച്ച് വെച്ചാൽ രാവിലെ പെട്ടെന്ന് തന്നെ അരച്ചിട്ട് ഉണ്ടാക്കുക. പിന്നെ അടുക്കള ഭയങ്കര വൃത്തികേടായിട്ട് കാണുകയും ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ വൃത്തികേടാകുന്ന സംഭവമെല്ലാം ഞാൻ തലേദിവസം തന്നെ ഒരുക്കി വെക്കും. ഇതിപ്പോൾ ഉമ്മ പുറത്തെ കിച്ചണിൽ നിന്ന് നെയ്പ്പത്തിലെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോമ്പ് മുറിക്കുന്നതിന് മുമ്പേ ചുട്ടെടുത്തതാണ്. അപ്പോൾ ഇപ്പം തണിഞ്ഞതിന് ശേഷം ഞാൻ ക്ലോസ് ചെയ്ത് വെക്കുന്നതിന് ശേഷം എന്നിട്ട് അത് നല്ലോണം പൊങ്ങി വന്നതാണ്. പിന്നെ പഴം നിറച്ചതാണ് ഞാൻ നോമ്പ് മുറിക്കാൻ വേണ്ടി ആക്കിയത്. പിന്നെ വേറെ ഒന്നും ആക്കിയിട്ടൊന്നുമില്ല. നെയ്പ്പത്തിലും ബീഫും ഉള്ളത് കൊണ്ട് തന്നെ വേറെ ഒന്നും കാര്യമായിട്ട് കഴിക്കാനൊന്നും തോന്നില്ല. സ്നാക്കെല്ലാം ഉണ്ടാക്കിയാൽ ബാക്കിയാവും. പിന്നെ ഉമ്മ വരുമ്പം കായ്പായസം, നമ്മൾ കായ്പായസം എന്നാണ് പറയൽ, കായ്ക്കറി അങ്ങനെയെല്ലാം പറയലുണ്ട്, അത് ഉണ്ടാക്കിക്കൊണ്ടുവന്നതിന്. അപ്പോൾ അതും ഉണ്ട്, അത് എനിക്ക് വീഡിയോയിൽ കാണിക്കാം. ഇത് ക്യാരറ്റ് പായസത്തിൻ്റെ നേരിയരി വേവിച്ചെടുക്കലാണ്. ഇതിപ്പോൾ ഒരു 3/4 കപ്പ് നേരിയരി ഞാനൊരു കപ്പ് വെള്ളത്തിൽ ഒന്ന് ഇടാതെ ഉപ്പോ ഒന്നും ഇടാതെ വേവിച്ചെടുക്കുന്നതാണ്. ഇനി ചിക്കൻ ഫ്രൈ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കലാണ്. ഇത് 2 വലിയ ചിക്കനാണ്, കോഴിയാണ്. അപ്പോൾ 2 വലിയ കോഴിൻ്റെ അളവാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസിൽ ഒരു കോഴിൻ്റെ കാണിക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് നിങ്ങൾ പെരുന്നാളിന് ഉണ്ടാക്കിയെന്ന് റെസിപ്പി ചോദിച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് കണ്ടിന്. അപ്പോൾ ഞാൻ സാധാ മാരിനേഷൻ തന്നെയാണ്, പക്ഷേ തലേന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് നല്ല ഒരു ടേസ്റ്റ് പിറ്റേന്ന് കിട്ടലുണ്ട്. അല്ലാത്ത ദിവസമെല്ലാം നമ്മൾ പിറ്റേന്ന് പെട്ടെന്ന് തന്നെ അത്രയൊന്നും ടൈം വെക്കുന്നില്ലല്ലോ. ഇത് തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അന്നത്തെ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിലിപ്പോൾ ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പെരുംജീരകം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുനാരങ്ങ നീര്, ഇത്ര ഇൻഗ്രീഡിയൻസാണ്. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് പിറ്റേ ദിവസം രാവിലെ ആ ഒരു പൊരിക്കുന്ന ടൈമിലാണ് ഞാൻ മുട്ടയും കോൺഫ്ലവറും റെഡ് ചില്ലി ഫ്ലേക്സും ഇത് 3ഉം ഞാൻ പൊരിക്കുന്ന ആ ടൈമിലാണ് ചേർത്ത് കൊടുക്കൽ. അത് തലേന്ന് ചേർത്ത് കൊടുക്കലില്ല. ഇതിപ്പോൾ 2 വലിയ കോഴി ആയതുകൊണ്ട് തന്നെ 2 മുട്ടയും
പിന്നെ ഒരു 6 ടേബിൾ സ്പൂണെങ്കിലും കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. അത് ആ ഒരു പൊരിക്കുന്ന ടൈം. പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് ഇങ്ങനെ കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ പൊരിക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് പൊരിച്ച് കോരലാണ്. അപ്പോൾ തലേന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതാണ് പെരുന്നാളിൻ്റെ അന്ന് ഫ്രൈ ചെയ്യുന്ന ചിക്കന് ഒരു പ്രത്യേക ടേസ്റ്റ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞ സമയത്ത് കുറേ പേര് റെസിപ്പി ചോദിച്ചു. അപ്പോൾ സാധാ റെസിപ്പി പിന്നെ ഫ്രൈ ആക്കുന്ന ടൈമിൽ മാത്രമാണ് മുട്ടയും കോൺഫ്ലോറും റെഡ് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണയിലൊന്നും മസാല പോവാതെ കറക്റ്റ് പിടിച്ചിട്ട് തന്നെ കിട്ടും. അപ്പോൾ നേരത്തെ പിന്നെ തണുപ്പെല്ലാം പോയതിന് ശേഷം ഫ്രൈ ആക്കിയെടുക്കുക. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചാൽ തന്നെ നല്ല ടേസ്റ്റിൽ നല്ല ആ പുറത്ത് നല്ലൊരു ക്രിസ്പിയോട് കൂടിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്നും ഫ്രൈ ആക്കുന്ന വീഡിയോസ് എനിക്ക് പിറ്റേ ദിവസം എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ തലേ ദിവസത്തെ വീഡിയോസാണ് ഞാനിപ്പം കാണിച്ചത്. തലേന്ന് രാത്രി ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി പിന്നെ രാത്രി അന്ന് കുറച്ച് നേരത്തെ കിടക്കണം എന്ന് വിചാരിച്ചാണ്. 11 മണി ആയിട്ടുണ്ട്. എപ്പോഴും പെരുന്നാളിൻ്റെ തലേ ദിവസം എങ്ങനെയും 1 മണി 2 മണി എല്ലാം ആവലുണ്ട്. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചതാണ് എന്തായാലും ഒരു 10:30 11 മണിയുടെ ഉള്ളിൽ തന്നെ കിടക്കണമെന്ന്. അപ്പോൾ എനിക്കെപ്പോഴും മൈലാഞ്ചി ഇടാനൊരു കുട്ടി വരലുണ്ട്, വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് അന്ന് അത്ര നേരത്തെ വരാൻ പറ്റിയിട്ടില്ല. 1 മണിയെല്ലാം ആണെങ്കിലും വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. പിന്നെ പെരുന്നാളായിട്ട് മൈലാഞ്ചി ഒന്നും ഇടാതെ കിടക്കുമ്പോൾ എന്തോ പോലെ അങ്ങനെ മോള് ഇട്ട് തന്നതാണ്. അവൾ നല്ലോണം വരക്കും, പക്ഷെ അവൾക്ക് അങ്ങനെ മൈലാഞ്ചി സ്വയം ഇടാനോ ഇട്ട് കൊടുക്കാനോ മൈലാഞ്ചിനോട് വലിയ ഇഷ്ടമല്ല. പെരുന്നാളിൻ്റെ അന്ന് പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത്. വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പിന്നെ രാവിലെ തന്നെ ഫോട്ടോ എടുത്താൽ നല്ല ക്ലിയർ ഉണ്ടാവും. അതുകൊണ്ട് ഇക്കാൻ്റെയും മക്കളുടെയും എല്ലാം ഫോട്ടോസ് എല്ലാം എടുത്ത് അവിടുന്ന് പിന്നെ ആ വീടെല്ലാം ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് പുതിയ ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് അതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ എല്ലാ വലിയ പെരുന്നാളിനും രാവിലെ ക്യാരറ്റ് പായസം തന്നെ ഉണ്ടാക്കൽ. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടാക്കി നോക്കാം. ഞാൻ ഇതിൻ്റെ റെസിപ്പി വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. പിന്നെ ഈ ഒരു ക്യാരറ്റ് പായസം തന്നെ അന്ന് ഞാൻ വെക്കുന്നത് കുറേ പേര് വന്നാൽ ഈ പായസം ആണ് ചോദിക്കൽ. എല്ലാവർക്കും അറിയാം ഞാൻ ഈ ഒരു പായസമാണ് വലിയ പെരുന്നാളിന്. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് എല്ലാ വീട്ടിലും പായസവും എല്ലാം വെക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ വരുന്നവർക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും കുടിക്കാൻ തോന്നില്ല. പക്ഷേ ഈ ഒരു പായസം ഉണ്ടെങ്കിൽ അവർ ചോദിക്കും അതാണെങ്കിൽ തന്നോ, വേറെ ഒന്നും വന്നെങ്കിൽ വേണ്ട, അങ്ങനെ പറയല്. അതുകൊണ്ട് ഞാൻ ഈ പായസം തന്നെയാണ് എപ്പോഴും വെക്കുക. പിന്നെ ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്, ടേസ്റ്റും അടിപൊളിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു പായസത്തിന്. ഇതിപ്പോൾ ഞാൻ 2 ലിറ്ററിന് ചെയ്യുമ്പോൾ 700 ഗ്രാം ക്യാരറ്റാണ് എടുത്തത്. അതിലേക്ക് ഒരു 3/4 കപ്പ് നേരിയരി വേവിച്ച് വെച്ചതുമാണ്. അപ്പോൾ ആ ഒരു വെള്ളത്തോട് കൂടി തന്നെയാണ് അരച്ചെടുക്കുന്നത്, എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നേരിയരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. 2 ലിറ്റർ പാലിൽ നിന്ന് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്തിട്ട് കുറച്ച് പാല് ചേർത്തിട്ട് അരച്ചെടുക്കുക. അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ അരഞ്ഞ് പേസ്റ്റ് പോലെയാവും, ഇങ്ങനെ തെരി പോലെയാണ് അരച്ചെടുക്കേണ്ടത്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് മാത്രം മതി. ഇതിപ്പോൾ വേവിച്ച് വെച്ച ചോറാണല്ലോ, അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ തന്നെ പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നാൽ നല്ല തെരി പോലെ തന്നെ അരച്ച് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ പേസ്റ്റ് പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടേസ്റ്റേ മാറിപ്പോവും ക്യാരറ്റ് പായസം. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതേ ഉള്ളൂ. ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. ഈ നേരിയ അരി വേവിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അരിയല്ല, ഞാൻ തലേദിവസം തന്നെ ചോറാക്കി വെച്ചതാണ്. ഇതിൽ ഒന്നും ചേർത്തിട്ടില്ല, ഉപ്പോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ക്യാരറ്റ് അരച്ചയിലേക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കുക, ബാക്കി പാലും ചേർത്ത് കൊടുക്കുക. ടോട്ടൽ 2 ലിറ്റർ പാലാണ് വേണ്ടത്. അപ്പോൾ ബാക്കി പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 1 ലിറ്റർ പാലിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 350 ഗ്രാം ക്യാരറ്റ് വേവിച്ചതും അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് വേവിച്ചാൽ മതി. പിന്നെ ഒരു 1/3 കപ്പ് നേരിയരി 1/2 കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് 1 ടിന്ന് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ പാലിനാണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 കപ്പ് പഞ്ചസാരയും. അപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കും. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, ഒരു വിസ്ക് വെച്ച് നല്ലോണം മിക്സാക്കിയതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ മൈലാഞ്ചി വെച്ചത് കാണിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാലല്ലേ ചുമന്ന് വരുള്ളൂ. ഇനി നേരത്തെ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു തവി വെച്ചോ ഇതുപോലെ കട്ടയിലോ ഒന്ന് ഉണ്ടെങ്കിൽ ഉടച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി വെക്കുക. എന്നിട്ടാണ് ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. പിന്നെ ഹൈ ഫ്ലെയിമിൽ കൈയെടുക്കാതെ ഇളക്കി. പിന്നെ അതിൻ്റെ അടിയിൽ വേറെ എന്തെങ്കിലും പണി എടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് തന്നെ തിളപ്പിച്ചെടുക്കില്ല. ഇതൊന്ന് തിളച്ച് വരിക മാത്രമേ വേണ്ടൂ, വേറെ കുറുക്കി എടുക്കാനോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എളുപ്പമെന്ന് പറയുന്നത്. ഇത് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉള്ളത് കൊണ്ട് തന്നെ തിളക്കാൻ കുറച്ച് ടൈം എടുക്കും, ഒരു അരമണിക്കൂർ എങ്ങനെയും എടുക്കും കേട്ടോ തിളക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ. ആ ഒരു ടൈമിൽ രാത്രി ഉണ്ടാക്കി വെച്ച ബീഫ് മസാല എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കലാണ്. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ബീഫ് ഞാൻ ചൂടാക്കുന്നത്. ഇനിയിപ്പോൾ ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കാനുണ്ട്. പിന്നെ 1 ലിറ്റർ പാലെല്ലാം ചെയ്യുന്നതാണെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ടെല്ലാം തിളച്ച് വരും.
ഇതിപ്പോൾ ഒരു കിലോ ബിരിയാണി വെക്കുന്ന പാത്രത്തിൽ നിറച്ചും ഉണ്ടാവും കേട്ടോ. 2 ലിറ്റർ പാലിൽ ചെയ്താൽ ക്യാരറ്റ് അരച്ചതും നേരിയരി അരച്ചതും മിൽക്ക് മെയ്ഡും എല്ലാം വന്നില്ലേ. അപ്പോൾ 1 കിലോ ബിരിയാണി വെക്കുന്ന ആ ഒരു പാത്രത്തിൽ ഫുള്ളായിട്ട് കിട്ടും 2 ലിറ്റർ പാലിൽ ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ ഞാൻ മസാലേൻ്റെതും നോക്കുന്നുണ്ട്, ബീഫിൻ്റെതും നോക്കുന്നുണ്ട്. അപ്പോൾ എത്ര ക്ലാസ് ഉണ്ടാവും എന്ന് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ക്ലാസ്സിൽ അളന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ 1 കിലോ ബിരിയാണി വെക്കുന്ന പാത്രത്തിൽ ഫുള്ളായിട്ടുണ്ടാവും ഇതുപോലെ ഉണ്ടാക്കിയാൽ 2 ലിറ്റർ പാലിൽ. പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റലില്ല. കുറേ ഫോൺ കോൾസ് വന്നുകൊണ്ടിരിക്കും, പിന്നെ ആരെങ്കിലും ആയിട്ട് വീട്ടിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. അതെല്ലാം കൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല. ഒരു പായസം വെക്കുന്ന വീഡിയോ മാത്രമേ പെരുന്നാളിൻ്റെ അന്ന് എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ പായസം തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ ഒരു 2 നുള്ള ഉപ്പും 1 ടീസ്പൂൺ ഏലക്കായ് പൊടിയും ചേർത്ത് കൊടുത്തിന്. അപ്പോൾ ഞാൻ ആ ടൈമിൽ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ മോള് ഇളക്കുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് പോകാനേ പാടില്ല, ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. മൊത്തം തിളച്ച് വന്നതിന് ശേഷമാണ് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും പൊരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിൽ നിന്ന് പകുതി ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്, ഒന്ന് തണുക്കാൻ വെക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ഞാൻ അടച്ചു വെക്കലാണ്. അപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തണുക്കാൻ വെക്കുന്നതാണ്. പായസം എപ്പോഴും ചൂടോടെ കുടിക്കുമ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. കുറച്ച് തണിഞ്ഞിട്ട് കുടിക്കാനല്ല നല്ല, എനിക്ക് നല്ലോണം തണുത്തിട്ട് കഴിക്കാനാണ് ഇഷ്ടം. ഓരോരാൾക്കും ഓരോ രീതിയിലല്ലേ. അപ്പോൾ ചൂടോടെ അങ്ങനെ ആർക്കും ഇഷ്ടമല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. തണിഞ്ഞിട്ട് തന്നെയല്ല എപ്പോഴും പായസം ടേസ്റ്റ് ഉണ്ടാവില്ലേ. അതിൽ നിന്ന് കുറച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. അന്നേരം വീട്ടിലുള്ളവർക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം പുഡിംഗ് ഒന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ എല്ലാവരും ഷുഗർ കട്ടും അങ്ങനെയെല്ലാം ആയതുകൊണ്ട് ആർക്കും അങ്ങനെ വലിയ മധുരമൊന്നും ഇഷ്ടമില്ല. പിന്നെ ഒരു പായസം ഞാൻ കറക്റ്റ് മധുരത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 1 ടിന്ന് മിൽക്ക് മെയ്ഡും 1 കപ്പ് പഞ്ചസാരയും. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ മധുരത്തിനനുസരിച്ച്. പെരുന്നാളിൻ്റെ 2 ദിവസം മുമ്പേ ഞാനൊരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി ഷോർട്ടായിട്ട് അപ്ലോഡ് ആക്കിയിന്. അപ്പോൾ നല്ല വ്യൂസ് കിട്ടി ആ വീഡിയോക്ക്. നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്. മാങ്ങ ഉണ്ടെങ്കിൽ ഒരു വെറും 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ, തീ പോലും കത്തിക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പുഡിങ്ങാണ്. അല്ലെങ്കിൽ വിരുന്നാർ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെരുന്നാളിനായാലും പാർട്ടിയിലായാലും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഷോർട്ടായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തതിന്. അതിന് ശേഷം ഞാൻ ബിരിയാണീൻ്റെ റൈസ് ഉണ്ടാക്കി ചിക്കൻ ഫ്രൈ ആക്കാൻ വെച്ചിന്. പിന്നെ റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല, അതെല്ലാം ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ദം ഇടുന്നതും അങ്ങനത്തെ എല്ലാം കാണിച്ചിന്. അതുകൊണ്ട് പിന്നെ അന്ന് ഞാൻ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെല്ലാം പുറത്തെ കിച്ചണിനാണ് ചെയ്തത്. പുറത്തെ കിച്ചണിൽ അങ്ങനെ ലൈറ്റ് കുറവാണ്, അതുകൊണ്ടാണ് അവിടെ നിന്ന് ചെയ്യുന്ന വീഡിയോ ഒന്നും കാണിക്കാത്തത്. ഇതിപ്പം ബീഫ് ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ നല്ലോണം ഇളക്കിയെടുത്താൽ ആ ഒരു കറുത്ത കളറിൽ തന്നെ ബീഫ് കിട്ടും. അതിന് ശേഷം ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും പിന്നെ പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തത്. അതിൽ എരിവൊന്നും അങ്ങനെ ഇറങ്ങൂല, ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ ബീഫ് ഫ്രൈ റെഡിയായി. അപ്പോൾ ബീഫ് പെപ്പർ ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കേട്ടോ ഇതിന് മുമ്പെന്തെങ്കിലും കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ ഫ്ലേവർ നോക്കിയിട്ട് എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്തോളൂ. ഇതിപ്പോൾ കറക്റ്റ് എരിവാണ്. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന് പെരുന്നാളിൻ്റെ അന്ന് അങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റാറില്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മളങ്ങനെ ഇരിക്കാൻ നോക്കിയിന്. പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് ഇക്കാൻ്റെ കുറച്ച് പരിചയക്കാർ ചിലപ്പം വരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അന്ന് കറക്റ്റായിട്ടൊന്നും ഫുഡ് ഉണ്ടാക്കില്ല, കുറച്ചധികം തന്നെ. ഇതിപ്പോൾ നമ്മൾ 4 പേരും പിന്നെ എൻ്റെ ഉപ്പയും ഉമ്മയും അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ച് അതിന് ശേഷം മൊത്തം ടയേർഡായിട്ടുണ്ടായിന്. പിന്നെ വൈകുന്നേരമാണ്. അപ്പോൾ വലിയ പെരുന്നാളിൻ്റെ ദിവസം ഉച്ചയ്ക്ക് ശേഷം അറിവും കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ദൂരെ എവിടെയും പോലില്ല. അപ്പോൾ അന്നത്തെ ദിവസം ഇങ്ങനെയെല്ലാം തന്നെയാണ്. പിന്നെ ഈദ് ഫോട്ടോസൊന്നും വീഡിയോയിൽ കാണിക്കാത്തത് ആർക്കും അങ്ങനെ വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുപാട് നല്ല നല്ല കമൻറ്റ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരുടെ കമൻറ്റ്സ് എന്തായാലും പ്രതീക്ഷിച്ചിരിക്കും. അപ്പോൾ പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പീസോ വ്ളോഗ്സോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.